വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡേ 2 ഇൻ ബാംഗ്ലൂർ. ഞങ്ങളിതിലെ കുറച്ച് സ്ട്രീറ്റിലൊക്കെ പോയി, പക്ഷെ ഒത്തിരി വലിയ ഷോപ്പിംഗ് നടന്നില്ല. അപ്പോൾ ഇന്ന് കാരണം എൻ്റെ അനുഭവത്തിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഉള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. മെയിനായിട്ട് കുർത്തീസ് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. നല്ല സാധനത്തിന് കുർത്തീസിനൊക്കെ എബവ് 1000 ആവും. പിന്നെ 250-ക്കൊക്കെ ഷോർട്ട് കുർത്തി കിട്ടും, പക്ഷെ എനിക്ക് ക്വാളിറ്റി അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തേ. അതൊക്കെ റീസണബിൾ പ്രൈസ് 250-600 റേഞ്ചിൽ, ബിലോ 1000-ൽ ഞാൻ വാങ്ങി. പിന്നെ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വേറൊരു ജയനഗർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാം. ഫേമസ് ആയിട്ട് രാമേശ്വരം കഫേ എന്ന് ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 600 മീറ്ററിലുള്ള ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനി കാണാം. ബൈ. ഇതാണ് രാമേശ്വരം കഫേ. ഇതാണ് ഞങ്ങൾ കഴിക്കണം. ഇവിടെ എല്ലാവരും നിന്ന് കഴിക്കും, അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. നിന്ന് കഴിക്കുന്ന പോലെ നിന്നല്ലേ കഴിക്കുന്നത്. ഇവിടെ എല്ലാവരും നിന്നാ കഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത് ഫിൽറ്റർ കോഫി വന്നു. ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓരോത്തിനും ഓരോ കൗണ്ടറാണ്. ദോശ കൗണ്ടർ, വട കൗണ്ടർ, കോഫി കൗണ്ടർ. ഞാൻ കോഫി ആയിരുന്നു ഏറ്റെടുത്തത്. കോഫി ആദ്യം കിട്ടിയോണ്ട് ഞാൻ വന്ന് നിന്നു. നമ്മൾ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ ഈ ഒരു പോയിന്റിൽ ഓർഡർ ചെയ്തിട്ട് സെൽഫ് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒന്ന് കളക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. ഗൈസ്, നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കഫേ തന്നെയാണ് രാമേശ്വരം കഫേ. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ്. ഞാൻ സാധാരണ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്ത്, കാരണം എല്ലായിടത്തും നിന്നും മസാല ദോശയല്ല. പക്ഷേ ഹരി ഓർഡർ ചെയ്ത് ഈ കാണുന്ന ഈ സംഭവമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയും ടേസ്റ്റായിരുന്നു. ഇനി ഞാൻ എന്തായാലും വരുവാണെങ്കിൽ ഞാൻ കഴിക്കും. ഞാൻ 2 ഫിൽറ്റർ കോഫി ഇവിടുന്ന് കുടിച്ചു. ഒന്ന് അകത്തൊന്നും കുടിച്ചു, പിന്നെ ഒരെണ്ണം പുറത്തിറങ്ങിയിട്ടും കുടിച്ചു. അത്രയും ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇവിടെ വരണം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനി ഇവിടുന്ന് നമ്മൾ കുബോൺ പാർക്കിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്തു. മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇനി മെട്രോ വന്നിട്ട് കാണാം. ബൈ. ഗൈസ്, ഞങ്ങൾ കുബോൺ പാർക്ക് എത്തി. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഒരു കഫേ കാണാം. ഞങ്ങൾക്ക് ഭയങ്കര ദാഹവും ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് 2 ഫ്രഷ് ലൈം വാങ്ങി കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഇതൊരു മലയാളം നടത്തുന്ന കട കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുബോൺ പാർക്ക്. കുബോൺ പാർക്കിൽ ഞങ്ങൾ ആദ്യം ഒരു ഫ്രഷ് ലൈം കുടിച്ചു കയറുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം കുബോൺ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ മരമുള്ളൊരു പാർക്കാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുബോൺ പാർക്ക്. ഞാൻ കയറിയിട്ട് കാണിച്ചു തരാവേ. കുബോൺ പാർക്കിൻ്റെ എൻട്രിയാണിത്. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറി നടപാതയൊക്കെ ഉണ്ട്. ഒരു വിശാലമായ പാർക്കാണിത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ മരം. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് കുബോൺ പാർക്ക്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു വഴി ഇട്ടിട്ടുണ്ട്. കുറേ മരമുണ്ട്. ഈ മരത്തിൻ്റെ കടിയിൽ പോയി ഇരിക്കാം. 2 പട്ടികൾ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുമായിരിക്കും. അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ കടി കിട്ടും. അവിടെ നമ്മൾ പോകുന്നില്ല. എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ദിസ് ഈസ് 2 പട്ടീസ് സ്ലീപ്പിംഗ്. അവിടെ കുറേ പേര് നിൽപ്പുണ്ട്, ചുമ്മാ വട്ടം കൂടി. അവിടെ ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് അവരുണ്ട്. ഇവിടെ വേറൊരു പട്ടി കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ നോക്കിപ്പോയി ഞാൻ റിച്ചോട്ടി കടി വാങ്ങിയേനെ. പിന്നെ എല്ലാ മരത്തിൻ്റെ അടിയിലും കപ്പിൾസ് പോലെ തോന്നിപ്പിക്കുന്ന ആളുകളുണ്ട്. ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതേ പോകുന്ന കപ്പിൾ, ഇതവിടെ കപ്പിൾ, ഇവിടെ കപ്പിൾ, മുമ്പിൽ 2 കപ്പിൾ നടക്കുന്നു. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വരാൻ പറ്റിയൊരു പാർക്കാണെന്ന് തോന്നുന്നു. ഞങ്ങൾ മെട്രോയിലോട്ട് കയറുന്നതിന് മുമ്പ് ഹരി കേട്ടുന്നു. ആരാണ്ട് അങ്ങനെ മെട്രോയുടെ ഉള്ളിൽ സംസാരിക്കുന്നത് കേട്ടുന്നു. കുബോൺ പാർക്ക് പോകാമെന്ന്. അപ്പോൾ അവിടെ എന്തിനാണ് പോണേ? കപ്പിൾസ് അടിക്കുന്നത് കാണാനോ? എനിക്കൊന്ന് മോർ കപ്പിൾ ഫ്രണ്ട്ലി പാർക്കാണ്. ഒരു കുഞ്ഞ് കൃഷ്ണനെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫോട്ടോഷൂട്ടാന്ന് തോന്നുന്നു. ഫാമിലിയായിട്ട് ഒരു കുഞ്ഞ് കൃഷ്ണൻ ഫോട്ടോ എടുക്കുന്നു. നൈസ്. ദിസ് ഈസ് ദ പാർക്ക്. അവിടെ കുഞ്ഞു കൃഷ്ണൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ ഇതാക്കുന്നുണ്ട്. ഒരു വലിയ മരം. നല്ല രസമില്ല നമുക്ക്. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ഉള്ളിൽ ഐസ്ക്രീം കൊടുക്കുന്ന വണ്ടിയുണ്ട്. കുറച്ച് ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. കുറേ മരമുണ്ട്.
ചൂടിൻ്റെ ഇടയ്ക്ക് എടുത്ത വത്ത പാർക്ക്. ഓ ഇതാ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ കുറേ മരം മാത്രമേ ഉള്ളൂ. ഹായ്, അവിടെ അജ്മൽ മുഖം കാണിക്കില്ലാത്തതുകൊണ്ട് ബാക്ക് കാണിച്ചു തരും. ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ജയനഗർ 4th ബ്ലോക്ക്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ മെട്രോ കയറി ഒരിടത്തിറങ്ങും, എന്നിട്ട് അവിടുന്ന് വേറെ മെട്രോ കയറി ജയനഗറിലിറങ്ങും. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ തൽക്കാലം 2-3 ഫോട്ടോസും കൂടെ ഇവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തോട് ഇവിടെ പറയുകയാണ്. ടാറ്റാ. ഈ കടല വാങ്ങി കുബോൺ പാർക്കിൽ നിന്ന് ഇരിക്കുന്ന വിൽക്കുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. 2 വാങ്ങി 50 രൂപയായി. നല്ല സ്ഥലം, ടേസ്റ്റ് ഉണ്ട്. ആരാണ് കാക്ക കുളിക്കുന്നത്? കാക്ക കുളിക്കുന്നു. കിളികൾ പറന്നടക്കുന്നു. അവിടെ എല്ലാം പോയി. ഞാനിപ്പോൾ ഉള്ളത് ജയനഗർ ഷോപ്പിംഗ് ഏരിയയിലാണ്. പറയാതിരിക്കാൻ വയ്യ, വർത്ത്. കുഞ്ഞു ഷോർട്ട് കുർത്തീസ്, ഇത്തിരി നല്ല ക്വാളിറ്റിയുള്ള കുർത്തീസൊക്കെ 250 റുപ്പീസിനും 200 റുപ്പീസിനൊക്കെ കിട്ടും. നമ്മുടെ ബാർഗെയിൻ സ്കിൽസ് അനുസരിച്ച് 50 റുപ്പീസൊക്കെ കുറച്ച് 2-3 എടുക്കുകയാണെങ്കിൽ കിട്ടും. നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് കാലുവേദന എടുക്കാൻ തുടങ്ങി, ദാഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് തപ്പി പോവുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബാക്കി ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങും. ഞങ്ങൾ ഏകദേശം കുറച്ച് ഷോപ്പിംഗ് ചെയ്തു, കാണിച്ചു തരാവേ. അജ്മൽ ഒരു നിറച്ചു കുറേ ബാഗൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. 200-300 റുപ്പീസിനൊക്കെ സൂപ്പർ ബാഗ് കിട്ടും. കുറച്ച് ക്വാളിറ്റിക്കൊക്കെ വ്യത്യാസം കാണും. പക്ഷേ നമ്മളെല്ലാം ഫുൾ ടൈം നമ്മൾ ഫുൾ ടൈം യൂസ് ചെയ്യാറില്ലല്ലോ. ഇടയ്ക്ക് ഓരോ ഇങ്ങനത്തെ സൈഡ് ബാഗ്സൊക്കെ ഞാൻ 200-300 റുപ്പീസിന് വാങ്ങി. വെരി നൈസ്. ഹവേലി ഹെറിറ്റേജ് ഓഫ് ദ നോർത്ത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഹവേലി എന്നാണ് പേര്. മറ്റേ ജയനഗറിൻ്റെ തൊട്ടടുത്ത് നടന്നു വന്ന് ഞങ്ങൾ മടുത്തിട്ട് ഒരിടത്ത് കയറിയതാണ്. ആക്ച്വലി നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഫുഡ് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെ ഫുൾ പ്യുവർ വെജിറ്റേറിയൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദാൽ മഖനിയും റൊട്ടിയൊക്കെ വന്നേക്കടെ. വരുമ്പോൾ കാണിച്ചു തരാം. വളരെ നല്ല വാട്ടർ കിട്ടി ഹവേലി അതുകൊണ്ട് ഈസി റെസ്റ്റോറൻറ്റ്. ടോപ്പ് ടൈം ഇപ്പോൾ പ്ലേറ്റ് വന്നു. എൻ്റെ ഫ്രഷ് ലൈം വന്നു. ലൈം സോഡ വന്നു. വാട്ടർ ലൈം വന്നു. ഇത് ചില്ലി ഗുവ എന്തോ ഇതൊരു മോക്ടെയിലാണ്. പിടിച്ചോ. യെസ്, സെറ്റ്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇത് നമ്മൾ പണ്ട് മാങ്ങയിലൊക്കെ ഉപ്പും മുളകും കൂട്ടി തിന്നു. നൊസ്റ്റു സാധനം. ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം നല്ലപോലെ വയറ് നിറഞ്ഞു. ഇത്തിരി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോയി. ഇതാട്ടോ ജയനഗർ 4th ബ്ലോക്ക്. നല്ല കുറേ നല്ല കുർത്തീസും ബാഗൊക്കെ കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് കുറേ മടുത്തായിരുന്നു. വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്നുകൂടെ റെഡി ആയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ പുറത്തിറങ്ങി. സ്റ്റുഡിയോ വരെയൊക്കെ പോയി. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് വെസ്റ്റ് സൈഡിൻ്റെ മുമ്പിലാണ്. ഞങ്ങൾ സ്റ്റുഡിയോയിലും കുറച്ച് കടകളിലൊക്കെ കയറി കുറച്ചധികം ഷോപ്പിംഗ് ചെയ്തു. ഇനി ഞങ്ങൾ ഓട്ടോ കയറി വീട്ടിൽ പോകാൻ പോകണം. ഇനി വയ്യ ഗൈസ്. അതുകൊണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഊബറിൽ കയറി ഊബർ ഓട്ടോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും. കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, എന്തെങ്കിലുമൊക്കെ ചില്ല് ചെയ്യും. എന്നിട്ട് ഇന്നത്തെ ദിവസം കിടന്നുറങ്ങും. ഇനി അപ്പോൾ നാളെ കാണുന്നവരെ ടാറ്റാ.